വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം എഫേസോസ് 6:14 അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ആവശ്യമാണ് ഈ ഒരു വചനത്തിൽ കൂടെ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടക്കട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ ഫോണിൽ വിളിച്ച് എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ, ഏത് സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയാലും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അത് ചെയ്യാനും കർത്താവിന് വേണ്ടി നിലകൊള്ളാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുകയും പുതിയ ഒരു കമ്പനിയിലേക്ക് വലിയ വരുമാനമൊന്നും ഇല്ല കേട്ടോ, എങ്കിലും ജോലി ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവസരം വന്നപ്പോൾ അതിൻ്റെ മേലധികാരി ആദ്യത്തെ ദിവസം തന്നെ എന്നോട് പറയുകയുണ്ടായി, വലുതായിട്ട് ഇതിലെ മതമൊന്നും പറഞ്ഞ് ഓടി നടക്കാൻ പാടില്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ശരിക്കും അറിയുന്നത് കൊണ്ടാവാം മേലധികാരി അങ്ങനെ പറഞ്ഞത്. ജോലിക്ക് വന്നാൽ ജോലി മാത്രം ചെയ്തിട്ട് തിരിച്ചു പൊയ്ക്കോളണം കേട്ടോ. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഉള്ള ഒരു ജോലി ഒരിക്കലും ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. കർത്താവിനറിയാമല്ലോ, ഞാൻ ജോലി ചെയ്തുകൊണ്ടുവരുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം ഞാനും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. മാത്രമല്ല മറ്റൊരു വീട്ടില് മാതാപിതാക്കളുണ്ട്, അവരെയും സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് സഹായിച്ചേ മതിയാവൂ. ഞാൻ ചോദിച്ചു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ജോലി ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മേലധികാരി അങ്ങനെ പറഞ്ഞതല്ലേ, അധികം പ്രകടമായ രീതിയിലൊന്നും തുടക്കത്തിൽ ചെയ്യാൻ ശ്രമിക്കണ്ട, പിന്നെ ശക്തമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഈ ഒരു ജോലിയിൽ നമുക്ക് തുടർന്നു പോകാൻ സാധിക്കും. കർത്താവിന് അറിയാമല്ലോ, ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളും ദൈവസന്നിധിയിൽ ചൊരിഞ്ഞാൽ തീർച്ചയായും ദൈവം ഒരു വഴി കാണിച്ചു തരും. എന്താണ് കറക്റ്റ് ഉത്തരം പറയേണ്ടതെന്ന് അന്നേരം എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ ജോലിയിൽ പ്രവേശിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എന്നെ വിളിച്ചു, ടീച്ചറെ, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. എൻ്റെ പ്രാർത്ഥനകൾ പോലും എനിക്ക് ചെല്ലാൻ ഇടയ്ക്ക് സമയം കിട്ടുന്നില്ല. ആരും കാണാതെയാണെങ്കിൽ പോലും ഇത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ മേലധികാരിക്ക് എങ്ങനെയോ ഒരു ന്യൂസ് നേരത്തെ എന്നെപ്പറ്റി കിട്ടിയിരുന്നത് കൊണ്ടാകാം എൻ്റെ പിന്നാലെ മിക്കവാറും അദ്ദേഹം ഏർപ്പെടുത്തുന്നവരോ ഉണ്ടായിരിക്കും. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഒരു പ്രശ്നത്തിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പോലും അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം, ഒറ്റയാഴ്ച കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയിൽ നിന്ന് ഏതാണ്ട് വലിയ ഒരു തുക വ്യത്യാസത്തില്
ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഇദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ അല്പം കൂടെ ഉയർന്ന ഒരു ജോലി ലഭിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തോടെ 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹം എന്നെ വിളിച്ചു. ടീച്ചറെ, ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവര് ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചെങ്കടൽ വിഭജിച്ച് ആളുകളെ കടത്തിക്കൊണ്ടുപോയ ദൈവമല്ലേ നമ്മുടെ ദൈവം. തീർച്ചയായും ഈ ഒരു പ്രതിസന്ധിയിലും ദൈവം എന്നെ സഹായിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ. അദ്ദേഹം കൂട്ടിച്ചേർത്തു, കരയിലെ ഒരു മീനിനെ പിടിച്ചിട്ടാൽ എങ്ങനെ പിടിക്കുമോ അതുപോലെയായിരുന്നു കഴിഞ്ഞ 1.5 ആഴ്ച കൊണ്ട് എൻ്റെ ഹൃദയവും എൻ്റെ വിചാരങ്ങളും ഒക്കെ എന്ന് എനിക്ക് പറയാം. ഒരു സുപ്രധാന നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, ഈ ഒരു ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ കർത്താവ് എന്നെ സഹായിക്കുകയില്ലേ എന്ന് വരെ ഹൃദയഭാരത്താൽ സ്വയം പറഞ്ഞ് അതൊരാത്മകഥം അല്പം ഉറക്കെയായി പോയതുപോലെ തോന്നി. പക്ഷേ കൂടെയുള്ളവരും വീട്ടിൽ ചെന്നപ്പം വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, ഒരു ജോലിയില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോഴും അദ്ദേഹം പറയുകയാണ്, എൻ്റെ കർത്താവ് എൻ്റെ മനസ്സറിയുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ബൈബിളിലുള്ള പ്രാർത്ഥന പോലെ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവമേ, മനുഷ്യരിലല്ല അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ ലജ്ജിതനാകാൻ ഇടവരരുതേ എന്ന് പല പ്രാവശ്യം ഉരുവിട്ടു പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമൊന്നുമല്ലല്ലോ. ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യം നഷ്ടപ്പെടും എന്നുള്ളപ്പോൾ ആദ്യമെല്ലാം ഇല്ല, ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച എത്രയോ ആളുകളാണ് സമ്മർദ്ദം ഏറി വരും തോറും, ഭൂരിഭാഗം ആളുകളും ചെയ്യും തോറും അതേ പ്രവൃത്തി തന്നെ ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നത്. എന്തിനേറെ പറയുന്നു, മതവും വിശ്വാസവും എല്ലാം ഏറെ ഉദ്ഘോഷിച്ച് കൊണ്ടു നടക്കുന്ന നമ്മൾ പഴയ നിയമത്തിലെ ചില വ്യക്തികളുടെ, ദൈവത്തെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ മാതൃക കേൾക്കുമ്പോൾ നമ്മൾക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞ പോലെ രക്തച്ചൊരിച്ചിലൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല എങ്കിലും എത്ര പെട്ടെന്നാണ് കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ തള്ളി പറയുന്നത് എന്ന് ആത്മശോധന ചെയ്യാനുള്ള ഒരു അവസരമായി ഈ ഒരു വചന ശുശ്രൂഷ മാറുകയാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് കടക്കാം. പഴയ നിയമത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഏറെ വ്യക്തികൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് എന്ന് ഞാൻ വായിച്ചപ്പോൾ തീർച്ചയായും അതെന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാം എത്രയോ ചെറിയ അളവിൽ മാത്രമാണ് നാം കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ വിശ്വാസത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഒരു പ്രചോദനം തരുന്ന അനേകം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം, നോക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ ജനത്തോട് പറയുന്നതാണ്. 14-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം ഇന്ന് നിങ്ങൾ കാണും. നീണ്ട മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പലപ്പോഴും ജനങ്ങൾ മറുതലിച്ചപ്പോഴും മോശ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു വചനം 2 ദിനവൃത്താന്തം 17-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു, യൂദായിലെ പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളും നശിപ്പിച്ചു. ആസായുടെ മകൻ യഹോഷാഫാത്ത്, അദ്ദേഹത്തെ പറ്റിയാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ മാർഗം പിന്തുടർന്ന അദ്ദേഹം ബാലിനെ സേവിക്കാത്തവനായി കർത്താവിനു വേണ്ടി വിഗ്രഹ ആരാധനയിലേക്ക് ജനങ്ങൾ കടക്കാതിരിക്കാനായി
ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും എന്നെയേറെ ആകർഷിച്ച ഒരു വചനഭാഗമാണ് 1 മക്കബായർ 2-ാം അധ്യായം 64-ാം വചനം. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. ഈ ഒരു വചനത്തിന്റെ സാഹചര്യം നാം കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, മത്താത്യാസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വിശ്വാസത്തിലെ ധീരപുരുഷനായി അദ്ദേഹം കാണപ്പെടുകയാണ്. മതമർദ്ദനം അഴിച്ചുവിട്ട ഒരു സമയത്ത് വിശ്വാസത്യാഗത്തിനു വേണ്ടി രാജാവ് എല്ലാവരെയും നിർബന്ധിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അനേകം യഹൂദർ മതത്യാഗം ചെയ്യുകയുണ്ടായി. അന്നും മത്താത്യോസ് യേശുവിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്താത്യാസും പുത്രന്മാരും എന്ന് പറഞ്ഞു തന്നെ തുടങ്ങുന്ന 2-ാമത്തെ അധ്യായത്തില് എങ്ങനെയാണ് മത്താത്യാസ് കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന് പൊരുതിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും 2-ാം അധ്യായം 49 മുതൽ 64 വരെയുള്ള വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മത്താത്യാസിന്റെ അന്ത്യശാസനം എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം അവിടെ വരുന്നുണ്ട്. മത്താത്യാസിന്റെ കാലം ഏകദേശം അവസാനിക്കാറായപ്പോൾ പുത്രന്മാരെ വിളിച്ച് അദ്ദേഹം ധൈര്യപ്പെടുത്തിയ വചനമാണ് നാം ഇതിനു മുമ്പ് കാണുകയുണ്ടായത്. മക്കളെ, ധൈര്യമായിരിക്കുവിൻ എന്ന് പറഞ്ഞ്. ആ ഒരു വചനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മത്താത്യാസ് ഇങ്ങനെ മക്കളെ വിളിച്ചു പറഞ്ഞു: അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീഷ്ണത ഉള്ളവരായിരിക്കുവിൻ. മത്താത്യാസ് വീണ്ടും എല്ലാ പിതാക്കന്മാരുടെയും പേര് ഏറ്റുപറഞ്ഞ് ഉദാഹരണ സഹിതം എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പുത്രന്മാരെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് തുടർന്നു വരുന്നത്. വചനം ഇങ്ങനെ തുടരുന്നു: അതിനാൽ എൻ്റെ മക്കളെ, നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. എത്ര ധീരമായ വാക്കുകളാണ്! തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടിട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനഹാസ് തീഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷയേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവൽക്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. ഇത്രയും ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞ് മത്താത്യാസ് പറയുകയാണ്, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ആരും അശക്തരാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവന്റെ പദ്ധതികളും തകർന്നടിയുന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് 64-ാമത്തെ വചനത്തിൽ മത്താത്യാസ് ഇങ്ങനെ പുത്രന്മാരെ ശക്തിപ്പെടുത്തുന്നത്. ഏറെ പ്രചോദനം പകരുന്ന വാക്കുകളായി ഇത് തീർന്നിരിക്കുകയാണ്. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരായി തീരുകയില്ല.
അവർക്ക് ബഹുമതി ലഭിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൽ നിന്ന് എന്നാണ് ഈ വചനങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത്. വീണ്ടും 2 മക്കബായർ 15-ാം അധ്യായം 7-ാം തിരുവചനം. ഇവിടെ നമുക്കറിയാൻ സാധിക്കും, യൂദാസ് മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന ചില വാക്കുകളാണ്. നിക്കാനോർ രാജാവ് പീഡനം അഴിച്ചുവിട്ടപ്പോൾ മക്കേബെയൂസ് കർത്താവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമ്മുടെ കർത്താവ് ഏറ്റവും വലിയവനാണ് എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ എത്ര പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോയാലും ഉറച്ചു നിന്നാൽ നാം രക്ഷ നേടുക തന്നെ ചെയ്യും. വീണ്ടും സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയില്ല. എത്ര പാപം നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെയാണ് ഒരു ദൈവഭക്തൻ കടന്നു പോകുന്നു എങ്കിലും ഒരു പാപിക്കും അവനെ തകർക്കാനായി ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം കർത്താവ് അവന്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തനം 18:21 ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു, തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. സുഭാഷിതങ്ങൾ 25:5 ഇങ്ങനെ പറയുന്നു: രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നീതിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ ദൈവഭക്തി നിറഞ്ഞവരായിരിക്കും എന്നതിൽ സംശയമില്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 20-ാം വചനം ഇങ്ങനെ പറയുന്നു: അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു, എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. തീർച്ചയായും നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനേകം അവസരങ്ങളുണ്ട്. ചില ആളുകൾ നമ്മളോട് വചനമെല്ലാം വളച്ചൊടിച്ച് പറയുമ്പോൾ അതല്ലേ ശരി എന്ന് തോന്നിയ എത്രയോ സാഹചര്യങ്ങളും ആളുകളും നമ്മളുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്മേറ്റ്സ് വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലെല്ലാം വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നത് അറിയാനിടയായപ്പോൾ ഏറെ വേദന തോന്നി. ഒരു ദൈവവും ഒരു ബൈബിളും ഉള്ളപ്പോൾ നാം ഇതുവരെ ആചരിച്ചു വന്നിരുന്ന വിശ്വാസം ഉപേക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ചില ആളുകൾക്ക് വേണ്ടിയല്ലേ? ചിന്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് നാം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം. വീണ്ടും 1 കോരിന്തോസ് 16:13 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. ഇത്ര നാളും നമ്മെ നടത്തിയ ദൈവം ഇനിയും വഴി നടത്തും എന്ന് പൂർണ്ണമായും ഹൃദയത്തിൽ വിശ്വസിക്കാൻ എന്തേ നമുക്ക് സാധിക്കുന്നില്ല? ഫിലിപ്പിയർ 1:27 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും മനസ്സോടും ഉറച്ചു നിന്ന് സുവിശേഷത്തിനുള്ള വിശ്വാസത്തിനായി പോരാടണം. നോക്കുക, എത്ര പ്രചോദനം പകരുന്ന വാക്കുകളാണ് ഇത്. വീണ്ടും വെളിപ്പാടിന്റെ പുസ്തകം 3:10 ഇങ്ങനെ പറയുന്നു: സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ച് നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. തീർച്ചയായും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യവും അവസരവും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ദുരിതവും കഷ്ടപ്പാടും തിരസ്കരണവും എല്ലാം നേരിടുന്ന അവസരത്തിൽ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന എത്രയോ ആൾക്കാര്
കൗൺസിലിങ്ങിന്റെ ഫോൺ കോളുകൾക്കിടയിൽ ഞാൻ തന്നെ കണ്ടുമുട്ടാറുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളിലാണ് എന്തുമാത്രം വിശ്വാസം നമുക്കുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരുന്നത്, അല്ലേ? വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഒരു ആത്മീയ പിതാവിന്റെ ഉത്കണ്ഠയാണ് ഈ കാണുന്നത്. അവർ ഉത്ബോധിപ്പിക്കുകയാണ്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്ന്. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വചനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, തെസ്സലോനിക്കയിൽ ഒരു സഭ പതുക്കെ രൂപപ്പെട്ടു വരുന്ന ആ സമയത്ത് അദ്ദേഹത്തെ അവിടുന്ന് ആഥൻസിലോട്ട് നാട് കടത്തിവിടുകയുണ്ടായി, അല്ലെങ്കിൽ പോകാൻ നിർബന്ധിതരായി. എങ്കിലും തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എന്ത് സംഭവിക്കുന്നു, അവിടെ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. തിമോത്തിയോസിനെ അയച്ച് തെസ്സലോനിക്കയിലെ സഭ പൂർവാധികം തീഷ്ണതയോടെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയ പൗലോസിന്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വചനങ്ങളാണ് ഈ കാണുന്നത്. വീണ്ടും 2 തെസ്സലോനിക്ക 2:15 ഇങ്ങനെ പറയുന്നു: ആകയാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും വിശ്വാസത്തിൽ അടിയുറപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ ഏത് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോയാലും വചനത്തിൽ ഉറച്ചു നിന്നാൽ തന്നെ ആ പരീക്ഷണങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. 1 തിമോത്തിയോസ് 4:16 ഇങ്ങനെ പറയുന്നു: നീ നിന്നെക്കുറിച്ച് ശ്രദ്ധിച്ച് ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. വചനം പ്രഘോഷിക്കുന്നവരും വചന ശുശ്രൂഷ ചെയ്യുന്നവരും കർത്താവിന്റെ കൃപാവരത്തോടെ സ്വയം ശ്രദ്ധിച്ച് ഉറച്ചു നിന്നാൽ മാത്രമേ അവരെ ശ്രവിക്കുന്നവരുടെ വിശ്വാസം ആഴത്തിൽ വർദ്ധിക്കുകയുള്ളൂ. നമുക്ക് ഈ സമയത്ത് വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി ലോകം മുഴുവനിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും 2 തിമോത്തിയോസ് 2:12 ഇങ്ങനെ പറയുന്നു: നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും, നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനോടൊത്ത് ഉറച്ചു നിന്നാൽ, ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ, കർത്താവിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. ചെറിയ പരീക്ഷണങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ തള്ളി പറയാനുള്ളതല്ലല്ലോ നമ്മുടെ വിശ്വാസം. തീത്തോസ് 1:14 ഇങ്ങനെ പറയുന്നു: അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. കാരണം ഇതുവരെയുള്ള വിശ്വാസത്തിൽ നിന്ന് എത്രയോ അനുഗ്രഹങ്ങൾ നാം കൈപ്പറ്റിയിട്ടുള്ളതാണ്. അത് ഉപേക്ഷിച്ച് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്നെങ്കിൽ നാം പുറകെ പോകുന്നത് യേശുവിന്റെ പുറകെയാണോ, അതോ ഏതാനും വ്യക്തികൾ നമ്മിൽ സ്വാധീനം ചെലുത്തി അവരുടെ പുറകെയാണോ എന്ന് ചിന്തിച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നാം പിൻചെല്ലേണ്ടത് വ്യക്തികളെ അല്ല, യേശുവിനെയാണ്. സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും, സഭയിലെ വ്യക്തികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. പക്ഷെ നാം ഫോളോ ചെയ്യേണ്ടത്, പിൻചെല്ലേണ്ടത് യേശുവിനെയും യേശുവിന്റെ വചനത്തെയും മാത്രമാണ്, ഏതാനും വ്യക്തികളെ അല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹെബ്രായർ 8:10 ഇങ്ങനെ പറയുന്നു: കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ, ഏറെ കാലം കാത്തു പരിപാലിക്കുന്നവര് ആ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ആ ഒരു കെയറിൽ ഉറച്ചു നിന്നില്ല എങ്കിൽ നമ്മളും പതുക്കെ ശ്രദ്ധ പിൻവലിക്കാൻ തുടങ്ങില്ലേ. യാക്കോബ് 1:25 ഇങ്ങനെ പറയുന്നു:
കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ എന്തെങ്കിലും അപൂർണതയുണ്ടെങ്കിൽ പൂർണ്ണമാക്കി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അറിയുന്നവരും നമ്മുടെ കുടുംബാംഗങ്ങളും വിശ്വാസത്തിൽ ആഴപ്പെടാനും ആ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് വിശ്വാസത്തെ പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ. പഴയ നിയമത്തിലെ ജീവിക്കുന്ന ഉദാഹരണങ്ങളെ പോലെ തീഷ്ണമതികളായി വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനും ഞങ്ങളുടെ കൂടെയുള്ളവരെ ശരിയായ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനുള്ള ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഈ സമയം പ്രത്യേകമായിട്ട് ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയെയും അങ്ങയുടെ വചനത്തെയും അടിയുറച്ച് വിശ്വസിച്ച് പിൻചെല്ലുവാൻ വേണ്ട കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ ആഴപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പല പ്രതികൂല സാഹചര്യങ്ങളിലും പെട്ട് വിശ്വാസം വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ വചനത്താൽ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എന്തെല്ലാം സംഭവിച്ചാലും അങ്ങിലേക്ക് കടന്നു വരാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, വിശ്വാസത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ